ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ പ്രമാദമായ മറിയം കൊലക്കേസിലെ പ്രതി റിപ്പർ സുരേന്ദ്രൻ എന്ന സുര കഴിഞ്ഞ 26 ഡിസംബർ നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ജയിലധികർ നോക്കി നിൽക്കുക അല്ലെങ്കിൽ അവരുടെ കാവൽ ആശുപത്രിയിൽ കഴിഞ്ഞ് വരവെ രക്ഷപ്പെട്ടു. ഇന്ന് തൃശൂർ SP യുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്ക്വാഡ് ഫോൺ ചെയ്യും. അതിൽ ഞാനും എന്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു. അന്നോട്ട് ഞങ്ങൾ ഈ സുരേന്ദ്രനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായി നടക്കുകയായിരുന്നു. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞങ്ങൾ തമിഴ്നാടായിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ കോയമ്പത്തൂർ അടുത്തുള്ള വടമധുര എന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2 കിലോമീറ്ററോളം ദൂരം ഇയാളെ ഓടിച്ചിട്ടാണ് പിടിച്ചത്. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് പേരാമംഗലം പോലീസാണ്. അതുകൊണ്ട് പ്രതിയെ പേരാമംഗലം പോലീസിന് കൈമാറും. ജയിൽ ചാടിയതിനു ശേഷം സുരേന്ദ്രൻ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ അവിടെ നിന്ന് ഒരു ടാക്സി കാർ വിളിച്ച് വടക്കഞ്ചേരിയിലെ കണ്ണമ്പറയിലെത്തി. അവിടെ നിന്ന് പാലക്കാടെത്തി. പിന്നീട് കോയമ്പത്തൂര്, പളനി, തൃച്ചി, ഡിണ്ടിഗൽ, കരൂര്, കോയമ്പത്തൂര് എന്നിവിടങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. പല ജോലികളും ചെയ്ത്, പ്രത്യേകിച്ച് ഹോട്ടൽ ജോലി, അതുപോലെ ഫർണിച്ചർ ഷോപ്പിൽ ജോലി ഒക്കെ ചെയ്ത് വരവെ അടുത്ത ദിവസം കോയമ്പത്തൂരടുത്തുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിൽ ജോലിക്ക് ചെന്നു എന്നും മറ്റുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് കോയമ്പത്തൂർ ക്യാമ്പടിച്ച് നിരീക്ഷിച്ചവരുടെ വരവെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. എന്റെ കൂടെ ഉണ്ടായിരുന്നത് മുഹമ്മദ് റാഫി, ജോൺസൺ, രതീഷ്, അനിൽകുമാർ, അബ്ദുൽ ഫത്താർ. ഇതിലേക്കെടുത്ത് ചാടിയാണ് പോയത്. ഇവരെന്നെ കണ്ടു, ഞാൻ എന്നെ വീണു. പരസ്പരം കണ്ട ഒന്നിച്ചാണ്. ഇവരും പരിപറ്റിയിട്ടുണ്ട്. ഇവരും ചെറിയ പരിക്കാരനും ചെറിയ പരിക്കുണ്ട്. ആളുകൾ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും ചുറ്റിക്കൂടി ബ്ലോക്കായി. കോളനിക്കാരൻ നമുക്ക് ചെറിയൊരു സഹായം കിട്ടി. ഇങ്ങനെ മാട ഓടിച്ച കേസ് വന്നപ്പോൾ എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞു ചാടിയതിനു ശേഷം കേരളത്തിലെത്തിയില്ലല്ലോ. ചാടിയതിനു ശേഷം കേരളത്തിലെത്തി എന്നും എത്തിയില്ലെന്നും പറയുന്നത് അതിനെ കുറിച്ച് ചോദ്യം ചെയ്തവരാണ്. കേരളത്തിൽ അവിടെ ഇവിടെ കണ്ടുവെന്ന് ഭയങ്കര വാർത്തയാണ്. ഭാഗികമായിട്ട് ശരിയുണ്ട്, പൂർണ്ണമായിട്ട് ശരിയല്ല.